PM കിസാൻ സംബന്ധമായി ഒരുപാട് വീഡിയോകൾ നമ്മുടെ SD ചാനലിൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PM കിസാൻ സംബന്ധമായി വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്നും വരികയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് ലാസ്റ്റ് ടൈം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം 30-ാം തീയതിക്കുള്ളിൽ PM കിസാൻ്റെ കർഷക ID ചെയ്ത് പൂർത്തിയാക്കണം എന്നൊരു അറിയിപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. ചെയ്യാത്ത ആളുകളുടെ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ അടുത്ത ഗഡു നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായും ചെയ്തിരിക്കണം. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ എമൗണ്ട്, അതായത് ഈ അടുത്ത വരാൻ പോകുന്ന ഗഡു മുടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കിടങ്ങന്നൂർ CSC സെൻറ്ററിൽ നമ്മൾ ഇപ്പോൾ അതിവിപുലകരമായി നമ്മൾ ഒരുപാട് PM കിസാൻ്റെ ആക്ടിവേറ്റ് ചെയ്യാത്ത അക്കൗണ്ടുകൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു ആപ്പ് PM കിസാൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ PM കിസാൻ്റെ എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഒരുപാട് ആളുകളുടെ നമ്മൾ PM കിസാൻ്റെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫേസ് ആപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ വളരെ വിജയകരമായി അവരുടെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. അതായത് KYC ചെയ്തിട്ടുണ്ടോ, അതോടെ ലാൻഡ് സീഡിങ് ചെയ്തിട്ടുണ്ടോ, ബാങ്കുമായിട്ട് ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ കർഷക ID രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ കർഷക ID, കരമടച്ച രസീത്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ കാർഡ്, ആധാർ ലിങ്ക് ചെയ്ത ഫോൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൃഷിഭവനിൽ പോയി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ കൃഷിഭവനുകളിൽ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നു എന്നുകൊണ്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കൃഷി ഓഫീസിൽ വിസിറ്റ് ചെയ്തിട്ട് അവിടെ ചെയ്ത ആളുകൾ നിങ്ങളുടെ പേര് അതിലുണ്ടോ അതോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ, അതായത് കേന്ദ്ര സർക്കാർ അംഗീകൃതമായി PM കിസാൻ ചെയ്യാൻ ഔദ്യോഗികമായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പറഞ്ഞതുപോലെ സെൻറ്ററാണ് ഭാരത് സർക്കാർ സംരംഭമായി ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്റർ. അപ്പോൾ അവിടെ എത്തി നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ നൽകി ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം രാജ്യത്ത് കോടിക്കണക്കിന് 9 കോടിക്കടുത്ത് ഈ കർഷകരുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ച് മാൽ ഫങ്ഷൻസുകൾ കഴിഞ്ഞിടയ്ക്ക് വരുന്നതായിട്ട് കണ്ടതിന് തുടർന്നാണ് കേന്ദ്ര സർക്കാർ വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും കൃത്യമല്ലാത്ത ഒരുപാട് ആളുകൾ ഇതിനകത്തു നിന്ന് പോകുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്ത് നിങ്ങളെ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം ഈ ഉള്ള ആളുകളുടെ ഡേറ്റാബേസ് കൃത്യതയാണോ എന്ന് ഉറപ്പുവരുത്തിയാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർഷക ID ഈ പറഞ്ഞ പോലെ PM കിസാൻ ഉള്ള ആളുകളും ഇല്ലാത്ത ആളുകൾ എടുക്കാമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇല്ലാത്ത ആളുകൾക്കും ഈ കർഷക ID എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ID ലഭിക്കുന്നതാണ്, ഇത് അപ്രൂവ് ആവുന്ന മുറയ്ക്ക്. അപ്പോൾ ഈ ID ലഭിച്ചു കഴിഞ്ഞാൽ ഈ IDയിലൂടെ ആയിരിക്കും ഗവൺമെൻറ്റിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാ കർഷക സുഹൃത്തുക്കളിലും എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോ ആളുകളുടെയും കർത്തവ്യമാണ്. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ എന്നല്ല, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നിരവധി കർഷകർ ഇത് ആശ്രയിച്ച് ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാനും ഇനിയുള്ള കാലങ്ങളിൽ ആനുകൂല്യങ്ങൾ കിട്ടുവാനും വേണ്ടി ഈ പറഞ്ഞ പോലെ കർഷക ID നിർബന്ധമായി ചെയ്തിരിക്കണം എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ഉത്തരവാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.